പ്രീമാരിറ്റൽ കൗൺസിലിങ്ങും എങ്ങനെയാണ് വൈവാഹിക ജീവിതം, രണ്ടുപേരും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഒരു കല്യാണം കഴിക്കുന്നത്, അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മാഡത്തിനെ പോലുള്ള സൈക്കോളജിസ്റ്റുകൾ ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ചില കേസുകളൊക്കെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ട് പോലും പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അറിയാത്ത ആൾക്കാർ, അവർക്കറിയില്ല. നമ്മൾ തന്നെ ചിന്തിക്കും ഇത്രമാത്രം സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും ഈ പോണോഗ്രാഫിയൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ പോണോഗ്രാഫി ഉള്ള നാട്ടിലെ ഈ ഒരു സെക്ഷൽ ബന്ധം അറിയാത്ത ആൾക്കാർ, എങ്ങനെ സെക്ഷൽ ബന്ധം വേണം, അങ്ങനെയുള്ള കേസുകൾ ഇന്നും ധാരാളം വരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് പോലും മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും, പക്ഷേ പെനിട്രേറ്റീവ് സെക്സ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാറില്ല. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് ഇതാണ് സെക്ഷൽ ലൈഫ്, ഇതാണ് ഫീമെയിലിന്റെയും മെയിലിന്റെയും സെക്ഷൽ ഓർഗാൻസ്, ഇതിങ്ങനെ ഈ തരത്തിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്ലഷർ പല രീതിയിലും കിട്ടാം, പക്ഷെ അത് കുഞ്ഞുണ്ടാവണമെങ്കിൽ അങ്ങനെ ഈ രീതിയിലായിരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു അവയർനെസ് പൊതുവെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ കാണുന്നത്, ഇപ്പം കുറച്ച് നാളുകളായിട്ട് കാണുന്ന ഒരു പ്രവണത, ഒരു സെക്ഷൽ ലൈഫ് വിവാഹം കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ആദ്യമേ തന്നെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വിചാരിക്കും. സ്വാഭാവികമായിട്ടും അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് വൈകും. പിന്നെ ഒരു പെൺകുട്ടിക്ക് ആൻസൈറ്റി ഉണ്ടെങ്കിലോ ആൺകുട്ടിക്ക് ആൻസൈറ്റി ഉണ്ടെങ്കിലോ പിന്നെ അവിടെ സെക്ഷൽ ലൈഫ് ഇല്ല. അപ്പൊ ഇതെല്ലാം അവസാനമാണ് സംഭവിക്കുന്നത് ഒരു കോടതിയിൽ കേസായിട്ട് വരുന്നത്. കേസായിട്ട് വരുമ്പം തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അതിന്റെ പുറകെയുള്ള ആരോപണങ്ങളായി, കാര്യങ്ങളായി. ഇനി മറ്റൊരു പ്രശ്നം ഞാൻ ഇപ്പൊ കാണുന്നത്, മിക്ക വീടുകളിലും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉറക്കണീക്കുന്ന താമസിച്ചിട്ടാണ്. 10 മണിക്കും 11 മണിക്കും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലെ അമ്മ എല്ലാം കുക്ക് ചെയ്ത് മക്കൾക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓടി വന്ന് തിരക്കിട്ടിട്ട് സാധനം പാക്ക് ചെയ്ത് അമ്മായിയമ്മ വച്ചേക്കും, അല്ലെങ്കിൽ സ്വന്തം അമ്മ ഉണ്ടാക്കി വയ്ക്കും. അതിനെ പാക്ക് എടുത്തോണ്ട് നേരെ ഓഫീസിലേക്ക് ഓടുന്ന കുറെ ജീവിതങ്ങൾ. സ്വാഭാവികമായിട്ട് അമ്മയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആവും. കാര്യം അവരും മനുഷ്യജീവിയാണ്, മെഷീനല്ല. അവര് 24 മണിക്കൂർ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുമ്പം വീട്ടിലാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമാണ്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ കുട്ടികളെ വളർത്തുന്നതിന്റെ രീതി, ഞാൻ സാധാരണ പാരന്റ്സിന്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ ഒരു 9-10 വയസ്സുള്ളപ്പം തൊട്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ശീലിപ്പിക്കണം. റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കാനായിട്ട് കഴിയാത്തതാണ് പ്രധാന പ്രശ്നം, അല്ലേ? റെസ്പോൺസിബിലിറ്റി മാത്രമല്ല മാഡം, കുട്ടികൾ പലപ്പോഴും ഇപ്പൊ വീടുകളിൽ ഹോസ്റ്റലിലെ പേയിങ് ഗസ്റ്റ് പോലെയാണ് താമസിക്കുന്നത്. കാര്യം പേ ചെയ്യണില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഗസ്റ്റാണ് വീടുകളിലെ. വീട്ടിലൊരു കാര്യത്തിലും കുട്ടികൾ ഇൻവോൾവ് ആവുന്നില്ല. എനിക്ക് ഒരു വൈകാരിക ബന്ധം കുറയുന്നത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? വൈകാരിക ബന്ധമല്ല മാഡം, ഇപ്പൊ നമ്മളെ സൊസൈറ്റി കൂടുതലും വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അക്കാഡമിക് ആയിട്ടുള്ള സംഭവം മാത്രം മതി. വേറെ കാര്യം പല പാരന്റ്സും പറയണതാണ്, തൻ്റെ കുട്ടിക്ക് സമയമില്ല, അപ്പൊ പിന്നെ പഠിച്ചോണ്ടിരിക്കല്ലേ, 10ാം ക്ലാസ് അല്ലേ, അതുകൊണ്ട് ഇനിയിപ്പം അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട, അല്ലെങ്കിൽ അവനെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട, ഒരുപാട് പഠിക്കാനില്ലേ, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് പല പാരന്റ്സിനും ഉണ്ട്. ഇതെല്ലാം അവസാനം കൊണ്ടുവന്ന് എത്തിക്കുന്നത് വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളാണ്. ഞാൻ തന്നെ പല കേസുകളിലും കണ്ടിട്ടുള്ള കാര്യം, നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും പയ്യന്, ആൺകുട്ടിക്ക്, പക്ഷെ ആ കുട്ടി ജോലി ചെയ്യും, സമ്പാദിക്കും, പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇപ്പം വാഷിംഗ് മെഷീനിൽ പോലും കൊണ്ടുപോയി തുണി കൊണ്ടുവന്ന് ഇടില്ല. ഇതെല്ലാം വീട്ടിലെ വൈഫിന് തന്നെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ ആദ്യമൊക്കെ ഇതൊക്കെ ഓക്കെ ആയിട്ട് പോവും, എല്ലാ കാര്യങ്ങളും എല്ലാം വൈഫിനെ സഹായിക്കുകയും എല്ലാം ചെയ്യും.
പക്ഷെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തില് പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു ആളിനെ സഹായിക്കാൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ട് ഈ ആൺകുട്ടി എന്ത് ചെയ്യും, സ്വന്തം തുണി നനയ്ക്കില്ല, ബാത്റൂം ക്ലീൻ ചെയ്യില്ല. കാര്യം അവരത് ശീലിച്ചിട്ടില്ല. ശീലിച്ചാലല്ലേ നമ്മൾ ജോലി ചെയ്ത് ഇതൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ ആണെന്ന് അറിയേണ്ടി വരുള്ളൂ. പക്ഷെ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അതെല്ലാം അവസാനം മാരേജ് ഇഷ്യൂസിലേക്കാണ് പോകുന്നത്. അതെ. അപ്പോൾ പ്രധാനമായിട്ട് എന്താണ് കുടുംബ ബന്ധം എന്നുള്ളതും ദാമ്പത്യ ബന്ധം എന്താണെന്നും ഒക്കെ ഒരു വിവാഹം കഴിക്കുന്നതിന് മുൻപായിട്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനൊരു പോംവഴി, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം കുട്ടിക്കാലം തൊട്ടേ തന്നെ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കണം. ആൺകുട്ടിന്നോ പെൺകുട്ടിന്നോ അങ്ങനെയുള്ള ഒന്നുമില്ല. കാര്യം വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കണം. ജെൻഡറിന് അതീതമായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാനായിട്ട് അവർക്കൊരു പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് പാരന്റ്സ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഡിവോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തി കാണാൻ വന്നു അച്ഛനമ്മയോടൊപ്പം. അപ്പം പറഞ്ഞ ഒരു കാര്യം, അത് ഡിവോഴ്സിന്റെ ഒരു റീസൺ തന്നെയായിട്ട് പറഞ്ഞത് ആൺകുട്ടിയാണ്. അപ്പം പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവൻ രാവിലെ ഉറക്കണീറ്റാൽ ബെഡ് പോലും കറക്റ്റായിട്ട് ഇടില്ല. ഈ പാരന്റ്സ് കുറച്ച് ദിവസം അവരെ നാട്ടിൽ പോയിട്ട് തിരികെ വന്നപ്പം ഇവൻ കഴിച്ച പാർസൽ വാങ്ങിച്ച സ്വിഗ്ഗിന്ന് വാങ്ങിച്ച ഫുഡ് മേടിച്ച വേസ്റ്റ് പാത്രങ്ങൾ പോലും ഡൈനിങ് ടേബിളിൽ നിറച്ചിട്ടേക്കുന്നു, സിങ്കിൽ നിറച്ച് പാത്രങ്ങൾ ഇട്ടേക്കുന്നു. ഇതായിരുന്നു ആ വ്യക്തിയുടെ അവസ്ഥ. പാരന്റ്സ് പറഞ്ഞതാണ്. പക്ഷെ ഡിവോഴ്സ് ആയി കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഇതെല്ലാം ഒരു റീസണാണ്. അതെ, ഇതൊക്കെ തന്നെയാണ് പ്രധാന റീസൺ. എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒരു സ്ത്രീ മാത്രം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവർ ആകെ ടോട്ടലി അതുമായിട്ട് ബുദ്ധിമുട്ടാവുകയും അവർ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും നമ്മൾ കുഞ്ഞിലേ തന്നെ കുട്ടികളെ വളർത്തുമ്പോഴത്തേക്ക് ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. കേസുകൾ ഒഴിവാക്കാൻ പറ്റും. കാര്യം നമ്മളൊരു കാര്യം ആലോചിക്കണം, പണ്ടും കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അതെ. ഇപ്പൊ എത്രയോ കുട്ടികൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതൊപ്പം പഠിക്കുന്നുമുണ്ട്. അപ്പം പഠിക്കാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് മാത്രമാണ്. കാര്യം അതല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ നാളെ സഫർ ചെയ്യേണ്ടി വരും. അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി ആ കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ആദ്യമേ തന്നെ ഒരു മാറ്റം ഉണ്ടായാൽ നല്ല ദാമ്പത്യമൊക്കെ ആയിട്ട് പോകും. നമുക്കിപ്പം എന്നും 24 hours അല്ലെങ്കിൽ നമുക്ക് എന്നും ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും മെയ്ഡ് ഉണ്ടാവാനോ അല്ലെങ്കിൽ മെയ്ഡിനെ വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ ഒന്നും എല്ലാ ഫാമിലിക്കും ഉണ്ടാവണമെന്നില്ല. കുട്ടികളെ കാര്യങ്ങൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ. ആ കുഞ്ഞിലേ തന്നെ അത് തുടങ്ങിയാൽ മാത്രമേ അവരുടെ വിവാഹപ്രായവും എത്തുമ്പോഴത്തേക്ക് അവർ ആ ഒരു പങ്കാളികളോടൊപ്പം ജോലി ചെയ്തും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തും ഒക്കെ വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുവഴി നമുക്ക് ഫാമിലി കേസസ് ഒഴിവാക്കാനായിട്ടും കഴിയും, അല്ലേ? തീർച്ചയായിട്ടും.